Good afternoon, students. We are going to deal with the topic the concept of biodiversity, and I am going to deal with your paper the biodiversity scope and relevance. First, we will look what is biodiversity. The term biodiversity was coined by Walter G. Rosen in 1986. The term biodiversity originated from a Greek and a Latin word. It originated from the Greek word bios, which means life, and Latin word diversitas, which means variety or difference. The whole word biodiversity therefore means the variety of life. The biodiversity is the degree of variation of life. It is a measure of variety of organisms present in different ecosystems. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്നാണ്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത് വാൾട്ടർ ജെ റോസൻ ആണ് ഇൻ 1986. ഇപ്പോൾ ടേം ബയോഡൈവേഴ്സിറ്റി ഒറിജിനേറ്റ് ചെയ്തത് രണ്ട് വേർഡ്സിൽ നിന്നാണ്. ആദ്യത്തെ വേർഡ് ആണ് ഒരു ഗ്രീക്ക് വേർഡാണ്. ആദ്യത്തെ വേർഡ് അതാണ് ബയോസ്. ബയോസ് എന്ന ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം ലൈഫ് എന്നാണ്, അതായത് ജീവൻ എന്നാണ് ബയോസ് എന്ന വേർഡിൻ്റെ ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം. രണ്ടാമത്തെ വേർഡാണ് ഡൈവേഴ്സിറ്റാസ്. ഇപ്പോൾ ഡൈവേഴ്സിറ്റാസ് എന്ന് വെച്ചാൽ വെറൈറ്റി എന്നതിൻ്റെ ലാറ്റിൻ വേർഡാണ് ഡൈവേഴ്സിറ്റാസ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഒറിജിനേറ്റ് ചെയ്തത് രണ്ട് വേർഡ്സിൽ നിന്നാണ്. ഫസ്റ്റ് വേർഡായ ബയോസ് ഒരു ഗ്രീക്ക് വേർഡാണ് വിച്ച് മീൻസ് ലൈഫ്. രണ്ടാമത്തെ വേർഡായ ഡൈവേഴ്സിറ്റാസ് ഒറിജിനേറ്റ് ചെയ്തത് ഒരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ മീനിങ് വെറൈറ്റി ഓർ ഡിഫറൻസ്. ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ വേർഡ് മീൻ ചെയ്യുന്നത് വെറൈറ്റി ഓഫ് ലൈഫ് എന്നാണ്. അതായത് ജീവൻ്റെ വിവിധ വെറൈറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടേമാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാം പല വിധത്തിലുള്ള ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം അതിന് പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള പക്ഷിയോ ഒരു തരത്തിലുള്ള മൃഗമോ മാത്രമാണോ നമുക്ക് ചുറ്റുമുള്ളത്? അല്ല. അപ്പോൾ നമുക്ക് ചുറ്റുമൊന്നും നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പല തരത്തിലുള്ള ജീവജാലങ്ങൾ നമ്മുടെ ചുറ്റും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ദി ബയോഡൈവേഴ്സിറ്റി ഈസ് ദി ഡിഗ്രി ഓഫ് വേരിയേഷൻ ഓഫ് ലൈഫ്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ജീവൻ്റെ വിവിധ ഭാവങ്ങളെ പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് പ്രസൻറ്റ് ഇൻ ഡിഫറെൻറ്റ് എക്കോസിസ്റ്റംസ്. അപ്പോൾ നമുക്ക് ചുറ്റും ഡിഫറെൻറ്റ് എക്കോസിസ്റ്റം ഉണ്ട്. ഡെസേർട്ട് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ റിവർ ഉണ്ട്, മൗണ്ടെയിൻസ് ഉണ്ട്. അപ്പോൾ ഈ എക്കോസിസ്റ്റത്തിലൊക്കെയുള്ള വെറൈറ്റി ഓഫ് ഓർഗാനിസത്തിൻ്റെ മെഷറിന് പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി. ഇപ്പോൾ ഓരോ എക്കോസിസ്റ്റത്തിലും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് ആണുള്ളത്. ഇപ്പോൾ ഡെസേർട്ടിൽ കാണുന്ന ഓർഗാനിസം ആയിരിക്കില്ല മൗണ്ടെയിനിലുണ്ടാകുക, മൗണ്ടെയിനുള്ള ഓർഗാനിസം ആയിരിക്കില്ല ഫോറസ്റ്റിലുണ്ടാകുക. അപ്പോൾ ആ ഡിഫറെൻറ്റ് സ്പീഷീസിനെ മെഷർ ചെയ്യുന്നത്, അതായത് ഡിഫറെൻറ്റ് എക്കോസിസ്റ്റത്തിലുള്ള ഡിഫറെൻറ്റ് സ്പീഷീസിനെ മെഷർ ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റി വെച്ചിട്ടാണ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളുടെ വൈവിധ്യത്തിന് പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്നൊക്കെ പറയും. അപ്പോൾ അത് എന്തിനു ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും ഡിഫറെൻറ്റ് എക്കോസിസ്റ്റം ഉണ്ട്. ആ എക്കോസിസ്റ്റത്തിൽ എന്താണ് വിവിധ തരം ജീവജാലങ്ങളുണ്ടാവും. ആ ജീവജാലങ്ങളെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബയോഡൈവേഴ്സിറ്റിനെ യൂസ് ചെയ്യും. മെയിൻലി 3 ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണുള്ളത്: സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ആൻഡ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇതാണ് ഒരു
എക്കോളജിക്കൽ പിരമിഡ്. അപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ എക്കോളജി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ എക്കോളജിക്കൽ പിരമിഡ് നോക്കുക. അപ്പോൾ ഈ എക്കോളജിക്കൽ പിരമിഡിൻ്റെ ഏറ്റവും താഴെ വരുന്നത് ജീൻസ് ആണ്. അപ്പോൾ ഈ ജീൻസ് ആണ് ഡിഫറെൻറ്റ് സ്പീഷീസിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ് ഒരു എക്കോസിസ്റ്റത്തിനെ എന്ത് ചെയ്യുന്നത്, മേക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഡിഫറെൻറ്റ് ജീൻസ് മേക്ക് different genes codes for different species. Different species codes for different ecosystem. അപ്പോൾ ഈ ജീൻസ് ആണ് ഡിഫറെൻറ്റ് ജീൻസ് ആണ് ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ് ഡിഫറെൻറ്റ് എക്കോസിസ്റ്റത്തിൽ ഉണ്ടാകുക. അപ്പോൾ അതൊരു എക്കോളജിക്കൽ പിരമിഡ് വെച്ച് റെപ്രസെൻ്റ് ചെയ്തതാണ് ആ കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിലേക്ക് കടക്കാം. പലതരം ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 ടൈപ്പാണുള്ളത്: സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി, പിന്നെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, പിന്നെ ജെനറ്റിക് ഡൈവേഴ്സിറ്റി. അപ്പോൾ അതിലാദ്യം പറയുന്നതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അപ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്താണ്? സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് ദി എഫക്റ്റീവ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് that are represented in a collection of individuals. അപ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ നമ്മളൊരു കുറച്ച് ഇൻഡിവിജ്വൽസിനെ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഡിഫറെൻറ്റ് സ്പീഷീസിനെ പറയുന്ന പേരാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് എനിമൽസിനെ എടുക്കുക. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ ചുറ്റുമുള്ള കുറച്ച് എനിമൽസിനെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് പല സ്പീഷീസ് പെട്ട എനിമൽസാണ് അതിലുണ്ടാകുക. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സപ്പോസ് നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള ബേഡ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ബേഡ്സ് നമ്മുടെ ചുറ്റും ഉണ്ടാകും? ഒരു ടൈപ്പ് ബേഡ്സ് മാത്രമാണോ നമ്മുടെ വീട്ടിന് ചുറ്റും ഉണ്ടാകുക? അല്ല. അപ്പം പല ടൈപ്പ് ബേഡ്സ് ഉണ്ടാവും. അതായത് പല സ്പീഷീസിൽ പെട്ട ബേഡ്സ് ഉണ്ടാവും. അപ്പോൾ ചിലത് വാട്ടർ ബേഡ്സ് ആയിരിക്കും, ലൈക്ക് കിങ് ഫിഷർ. ചിലത് കുക്കു ഉണ്ടാവും, പിന്നെ ക്രൗ ഉണ്ടാവും, ക്രോ ഉണ്ടാവും, പിന്നെ ഹെൻ ഉണ്ടാവും, ബീജൻ ഉണ്ടാവും. അങ്ങനെ പലതരം സ്പീഷീസ് പെട്ട ബേഡ്സ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചുറ്റുമുള്ള സ്പീഷീസിൻ്റെ ഒരു കളക്ഷന് പറയുന്ന പേരാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡൈവേഴ്സിറ്റിയാണ് ടൈപ്പ് ഓഫ് ഡൈവേഴ്സിറ്റിയാണ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി. അത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി ഈസ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി. അപ്പോൾ ഈ സ്പീഷീസിൻ്റെ ജീൻസ് എന്താണ്? ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ സ്പീഷീസിൻ്റെ ജീൻസ് ആണ് അവരെ ക്യാരക്ടേഴ്സിനെ എൻകോഡ് ചെയ്യുന്നത്. അപ്പോൾ ജീൻസ് ആണ് ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താണ്? The total number of genetic characters in the genetic makeup of a species. അപ്പോൾ ഒരു സ്പീഷീസിൻ്റെ ക്യാരക്ടേഴ്സിനെ കോഡ് ചെയ്യുന്നത് ഒരു സെറ്റ് ജീൻസ് ആയിരിക്കും. വേറെ സ്പീഷീസിൻ്റെ ക്യാരക്ടർ കോഡ് ചെയ്യുന്നത് വേറെ സെറ്റ് ജീൻസ് ആണ്. അപ്പോൾ ഒരു സ്പീഷീസിനുള്ള ജീൻസിൻ്റെ ഡൈവേഴ്സിറ്റിക്ക് പറയുന്ന പേരാണ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സപ്പോസ് നമ്മുടെ ചുറ്റും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള ഫ്രോക്സിനെ കാണാൻ പറ്റും. അപ്പോൾ ഫ്രോക്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള തവളകളെ കാണാൻ പറ്റും. അപ്പോൾ ഓരോ തവളകളും അല്ലെങ്കിൽ ഫ്രോക്സും എന്താണ്? ഡിഫറെൻ്റ് ആണ്. എല്ലാം കാണാൻ ഒരേപോലെയാണോ? അല്ല. ഇപ്പോൾ പലതിനും പല നിറവും ഒക്കെയാണുള്ളത്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ കോഡ് ചെയ്യുന്നത് ജീൻസ് ആണ്. അപ്പോൾ ഒരു സ്പീഷീസിന് തന്നെ എന്താണ്? പലതരത്തിലുള്ള ജീൻസ് ഉണ്ടാവും. ആ ജീൻസ് ആണ് അതിൻ്റെ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സിന് കാരണമാകുന്നത്. അപ്പോൾ ഒരു സ്പീഷീസിനുള്ള ജീൻസിന് ഡിഫറെൻറ്റ് ജീൻസിന് പറയുന്ന പേരാണ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഡൈവേഴ്സിറ്റിയാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അപ്പോൾ ഒരു പ്ലേസിലുള്ള ഡൈവേഴ്സിറ്റിക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിലുള്ള ഡൈവേഴ്സിറ്റിക്ക് പറയുന്ന പേരാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്? ആ ഒരു പ്ലേസിലുള്ള അതിൻ്റെ നേച്ചർ, അതായത് അവിടെയുള്ള റിവറോ മൗണ്ടെയ്ൻസോ അതുകൂടാതെ ആ പ്ലേസിലുള്ള സ്പീഷീസിനും കൂടി പറയുന്ന പേരാണ് എക്കോസിസ്റ്റം. അപ്പോൾ ഒരു പ്ലേസിലുള്ള
എനിമൽസും അതിന് ചുറ്റുമുള്ള അതിൻ്റെ ഹാബിറ്റായിട്ടും കൂടി വരുന്നതാണ് ആ ഓർഗാനിസത്തിൻ്റെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൗണ്ടെയിൻ ലെപ്പേർഡ്. അപ്പോൾ മൗണ്ടെയിൻ ലെപ്പേർഡ് കാണുന്നത് ഹിമാലയസിലാണ്. അപ്പോൾ ആ മൗണ്ടെയിൻ ലെപ്പേർഡ്സിൻ്റെ ഹാബിറ്റേറ്റ് എന്താണ്? ഹിമാലയൻ മൗണ്ടെയിൻസ് ആണ്. അപ്പോൾ മൗണ്ടെയിൻ ലെപ്പേർഡും ഹിമാലയൻ മൗണ്ടെയിൻസും ആണ് ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്കോസിസ്റ്റത്തിൽ കാണുന്ന ഡൈവേഴ്സിറ്റിക്ക് പറയുന്ന പേരാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിലുള്ള ഡൈവേഴ്സിറ്റിയാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മൗണ്ടെയിൻ ലയണും ഹിമാലയാസും ആണ്. മൗണ്ടെയിൻ ലയണാണ് എനിമൽ, അതിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ മൗണ്ടെയിൻ ലയണാണ് സ്പീസീസ്, അതിന് ചുറ്റുമുള്ള മൗണ്ടെയിൻ റേഞ്ചസ് ആണ് അതിൻ്റെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ആ എക്കോസിസ്റ്റത്തിൽ വെറും മൗണ്ടെയിൻ ലയൺ മാത്രമല്ല ഉണ്ടാകുക, അതിൻ്റെ അത് മൗണ്ടെയിൻ ഗോഡ്സ് ഉണ്ടാവും, പിന്നെ പലതരത്തിലുള്ള ബേർഡ്സ് ഉണ്ടാവും, പല ചെറിയ ചെറിയ മാമൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൂടി വരുന്നതാണ് ആ എക്കോസിസ്റ്റത്തിൻ്റെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ടാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഒരു എക്കോസിസ്റ്റത്തിൽ കാണുന്ന സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റിക്ക് പറയുന്ന പേരാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ഇനി നമുക്ക് ബയോഡൈവേഴ്സിറ്റിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഫസ്റ്റ് ക്യാരക്ടറാണ് എൻ ഹെൽത്തി എക്കോസിസ്റ്റം ക്യാൻ സപ്പോർട്ട് സോ മെനി ഓഫ് സ്പീഷീസ്. അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള എക്കോസിസ്റ്റം ആണെങ്കിൽ അതിന് കുറേ സ്പീഷീസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളാണ് അല്ലെങ്കിൽ ഹ്യൂമൻസ് ആണ് എക്കോസിസ്റ്റത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഡിസ്ട്രാക്ഷനൊന്നും ഇല്ലെങ്കിൽ ആ എക്കോസിസ്റ്റം എന്തായിരിക്കും? ഹെൽത്തിയും വെൽ ബാലൻസ്ഡും ആയിരിക്കും. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിന് എന്താണ്? കുറേ സ്പീഷീസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടേമാണ് ക്യാരിയിങ് കപ്പാസിറ്റി. ക്യാരിയിങ് കപ്പാസിറ്റി ഈസ് ദി മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ആൻ എൻവയറമെൻറ്റ് ക്യാൻ സപ്പോർട്ട്. അപ്പോൾ ഒരു എൻവയറമെൻറ്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് പീപ്പിളാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലിഫ്റ്റ് കയറി, അപ്പോൾ ആ ലിഫ്റ്റിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഈസ് 10 പീപ്പിൾ ആണെങ്കിൽ 10, അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് വെയിറ്റ് ഈസ് 610 കിലോഗ്രാം എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അതിൽ കൂടുതലായാൽ ആ ലിഫ്റ്റിൻ്റെ വർക്കിങ്ങിന് അത് എഫക്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെയാണ് എക്കോസിസ്റ്റം. അതായത് എക്കോസിസ്റ്റത്തിന് താങ്ങാൻ പറ്റുന്ന നമ്പർ ഓഫ് സ്പീഷീസ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടിയാൽ എക്കോസിസ്റ്റത്തിന് എന്ത് വരും? എക്കോസിസ്റ്റത്തിന് നശിക്കും. അപ്പോൾ ആ എക്കോസിസ്റ്റം നശിക്കാനുള്ള കാരണം ക്യാരിയിങ് കപ്പാസിറ്റി കൂടുതൽ അതിൽ എന്ത് വരുന്നത് കൊണ്ടാണ്? ഓർഗാനിസംസ് വരുന്നത് കൊണ്ടാണ് എക്കോസിസ്റ്റം നശിക്കുക. അപ്പോൾ അതാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു എക്കോസിസ്റ്റത്തിന് താങ്ങാൻ പറ്റുന്ന സ്പീഷീസിൻ്റെ എണ്ണമാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാരിയിങ് കപ്പാസിറ്റി കൂടിയാൽ പ്രശ്നമാണ്. അപ്പം എക്സാമ്പിൾ നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ തന്നെ. ഇപ്പം നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ ഡെയിലി കൂടി വരികയാണ്. അപ്പോൾ എർത്തിൽ നമ്മുടെ പോപ്പുലേഷൻ കൂടി വരികയാണ്. മാത്രമല്ല നമ്മുടെ പോപ്പുലേഷൻ കൂടുന്തോറും ഫോറസ്റ്റ് കുറഞ്ഞു വരികയാണ്. വേറെ സ്പീഷീസിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ എനിമൽസ് ഒക്കെ എൻഡേഞ്ചർ ആകുകയും എക്സ്റ്റെൻഡ് ആകുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണം കൂടുന്തോറും നമ്മുടെ ആവശ്യങ്ങൾ കൂടും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കൂടുന്തോറും നമ്മൾ എന്ത് ചെയ്യും? ഈ ഫോറസ്റ്റിനെയും പിന്നെ എനിമൽസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഫോറസ്റ്റ് നശിക്കാനും ഈ എനിമൽസ് നശിക്കാനൊക്കെ കാരണമാകുന്നത്. അപ്പം നമ്മുടെ എർത്തിനൊരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ഹ്യൂമൻസിൻ്റെ എണ്ണം കൂടി വരുന്നത് കൊണ്ടാണ് എൻവയറമെൻ്റൽ ഡീഗ്രഡേഷൻ സംഭവിക്കുന്നത്. മൂന്നാമത്തെ പോയിൻ്റാണ് എ സ്പീഷീസ് ക്യാൻ ചേഞ്ച് എൻവയറമെൻറ്റ് ലീഡിങ് ടു ചേഞ്ച് ഇൻ ക്യാരിയിങ് കപ്പാസിറ്റി. ഇപ്പോൾ ഒരു സ്പീഷീസിന് അതിൻ്റെ എൻവയറമെൻറ്റിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഹ്യൂമൻസ്. അപ്പം നമ്മൾ ചുറ്റുമുള്ള എൻവയറമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ആ എൻവയറമെൻറ്റിൻ്റെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും, ആ എൻവയറമെൻറ്റിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റീനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
ഇപ്പം നമ്മുടെ ഇപ്പം ലിവ് ചെയ്യുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഫോറസ്റ്റ് ഏരിയയിൽ ആദ്യം എന്താണ് നമ്മൾ ആൾക്കാരെല്ലാം കുറവായ സമയത്ത്, അതായത് മനുഷ്യന്മാർ അവിടെ താമസിക്കാത്ത സമയത്ത് ആ ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഹെൽത്തിയാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഹെൽത്തി എക്കോസിസ്റ്റമാണ് ആ ഫോറസ്റ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ അവിടെ ആ ഫോറസ്റ്റ് കയ്യേറി, ഫോറസ്റ്റ് വെട്ടിത്തെളിച്ച് അവിടെ നമ്മുടെ വീടൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് തുടങ്ങി, ആ എക്കോസിസ്റ്റത്തിൻ്റെ ഹെൽത്ത് നശിക്കാൻ തുടങ്ങി. അപ്പം ആ സമയത്ത് ആ എക്കോസിസ്റ്റത്തിൻ്റെ ക്യാരിങ് കപ്പാസിറ്റി കുറഞ്ഞു വരുന്നു. അപ്പോൾ ക്യാരിങ് കപ്പാസിറ്റി കുറയാനുള്ള കാരണം എന്താണ്, നമ്മൾ ആ എക്കോസിസ്റ്റത്തിൽ വരുത്തുന്ന മാറ്റമാണ്. അതായത് ഹ്യൂമൻ സ്പീഷീസ് ആ എക്കോസിസ്റ്റത്തിൽ വരുത്തുന്ന മാറ്റമാണ് ആ എക്കോസിസ്റ്റത്തിൻ്റെ ക്യാരിങ് കപ്പാസിറ്റി കുറയാനുള്ള കാരണം. ഇപ്പോൾ ആ ഫോറസ്റ്റ് എന്താണ്, ഫോറസ്റ്റ് നശിച്ച് അവിടെയുള്ള സ്പീഷീസൊക്കെ നശിച്ചു പോയി. അപ്പം എന്തുകൊണ്ടാണ് നശിക്കുന്നത്, ഹ്യൂമൻ സ്പീഷീസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ എക്കോസിസ്റ്റത്തിൻ്റെ ആൾട്ടർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ എക്കോസിസ്റ്റത്തിൻ്റെ ക്യാരിങ് കപ്പാസിറ്റിനെ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആ എക്കോസിസ്റ്റത്തിൻ്റെ നാശത്തിനത് കാരണമാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടേമാണ് ഓവർഷൂട്ട്. Overshoot is the limits that can be exceeded by a population or species. ഇപ്പം ക്യാരിങ് കപ്പാസിറ്റി പോലെ തന്നെയുള്ള ഒരു ടേം, സിമിലർ ആയിട്ടുള്ള ടേമാണ് ഓവർഷൂട്ട്. ഇപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിന് താങ്ങാൻ പറ്റുന്ന ഹ്യൂമൻസിൻ്റെ എണ്ണം അല്ലെങ്കിൽ സ്പീഷീസിൻ്റെ എണ്ണമാണ് ക്യാരിങ് കപ്പാസിറ്റി. അതേപോലെ തന്നെയാണ് ഓവർഷൂട്ട്. അപ്പോൾ ഈ ക്യാരിങ് കപ്പാസിറ്റിനെ കാട്ടും എത്രത്തോളമാണ് പോപ്പുലേഷൻ കൂടുന്നത്, അതാണ് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു എക്കോസിസ്റ്റത്തിന് താങ്ങാൻ പറ്റുന്ന ക്യാരിങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ 100 ആണെന്ന് വിചാരിക്കാം. പക്ഷേ ആ എക്കോസിസ്റ്റത്തിൽ ഇപ്പോൾ 1000 ഇൻഡിവിജ്വൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓവർഷൂട്ട് എത്രയായിരിക്കും, 900 ആയിരിക്കും അതിൻ്റെ ഓവർഷൂട്ട്. അതായത് ക്യാരിങ് കപ്പാസിറ്റിനേക്കാളും എത്ര അധികം ഇൻഡിവിജ്വൽസ് ആ എക്കോസിസ്റ്റത്തിലുണ്ട് അതിന് പറയുന്ന പേരാണ് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ക്യാരിങ് കപ്പാസിറ്റിനെക്കാട്ടും അധികമായിട്ട് എത്ര അധികം ഇൻഡിവിജ്വൽസ് ആ എക്കോസിസ്റ്റത്തിലുണ്ട് അതിന് പറയുന്ന പേരാണ് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഒരു എൻവയറമെൻറ്റിന് താങ്ങാൻ പറ്റുന്ന ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണമാണ് ക്യാരിങ് കപ്പാസിറ്റി. ആ ക്യാരിങ് കപ്പാസിറ്റിനെക്കാളും എത്രത്തോളം അധികം ഇൻഡിവിജ്വൽസ് ആ എക്കോസിസ്റ്റത്തിലുണ്ടോ ആ അധികം ഇൻഡിവിജ്വൽസിന് പറയുന്ന പേരാണ് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റാണ് ഓവർഷൂട്ട് ഓഫ്റ്റൻ ഡീഗ്രേഡ് ദി അസോസിയേറ്റഡ് എൻവയറമെൻറ്റ് കോസിങ് ഷാർപ്പ് ഡിക്ലൈൻ ഇൻ പോപ്പുലേഷൻ. അപ്പോൾ ഓർഗാനിസത്തിൻ്റെ എണ്ണം അധികമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ആ റിസോഴ്സസ് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്ന റിസോഴ്സസ് ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ എണ്ണ ഇങ്ങനെ കൂടി വന്നാൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സിൻ്റെ അളവ് കുറഞ്ഞു വരും. അപ്പോൾ ഡെയിലി നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസോഴ്സസ് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാണ്ടാകുന്ന ഒരവസ്ഥ വരും. അപ്പോൾ ആ അവസ്ഥ വന്നാൽ എന്ത് സംഭവിക്കും, പോപ്പുലേഷനിൽ ഷാർപ്പ് ഡിക്ലൈൻ ഉണ്ടാവുന്ന കണ്ടീഷൻ വരും. അതാണ് ഓവർഷൂട്ട് കാരണം ഉണ്ടാകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നം. അപ്പം നമ്മുടെ എണ്ണം കൂടിയാൽ ഭൂമിക്ക് നമുക്ക് താങ്ങാവുന്ന ഒരളവുണ്ട്. അതായത് ഭൂമിക്ക് നമുക്ക് തരാൻ പറ്റുന്ന റിസോഴ്സസിന് ഒരളവുണ്ട്. അപ്പോൾ ആ റിസോഴ്സസ് നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് നശിപ്പിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ റിസോഴ്സസ് ഉണ്ടാവില്ല. അപ്പം നാച്ചുറലി നമുക്ക് എന്ത് വരും, നമ്മുടെ എണ്ണം കുറഞ്ഞു വരും. അതാണ് ഓവർഷൂട്ട് കാരണം ഉണ്ടാകുന്ന പ്രോബ്ലം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഫുഡ് ഗ്രെയിൻസിനൊക്കെ ഒരു കണക്കുണ്ട്. അപ്പം അതിനെക്കാളും കൂടുതൽ പോപ്പുലേഷൻ കൂടി വന്നാൽ കൂടുതൽ ആൾക്കാർ എന്താണ്, പട്ടിണി കാരണം മരിക്കും.
അപ്പോൾ ആ പോപ്പുലേഷനിൽ എന്ത് വരും? ഡിക്ലൈൻ വരും. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നോക്കാം. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? അപ്പം ബയോഡൈവേഴ്സിറ്റി കാരണം ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തെല്ലാം നോക്കാം. ഫസ്റ്റ്, കൺസെപ്റ്റീവ് വാല്യൂ. ഇപ്പം ബയോഡൈവേഴ്സിറ്റി എപ്പോഴും നമുക്ക് ബെനിഫിഷ്യൽ തന്നെയാണ്. ബയോഡൈവേഴ്സിറ്റിനെ കൊണ്ട് നമുക്ക് യാതൊരു ഹാംഫുൾ എഫക്റ്റും ഇല്ല. ബയോഡൈവേഴ്സിറ്റി കൊണ്ട് നമുക്ക് എല്ലായ്പ്പോഴും നല്ലൊരു ബെനിഫിഷ്യൽ എഫക്റ്റാണ് ഉണ്ടാകുക. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. കൺസെപ്റ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ബെനിഫിറ്റ്സ് ആണ് കൺസെപ്റ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആണ് ഫുഡ്, ഡ്രിങ്ക്. അപ്പോൾ ഫുഡ്, ഡ്രിങ്ക് പ്രൊഡക്ഷൻ കൂടും, ഫ്യൂവൽ കൂടും, മെഡിസിൻ. ഇപ്പം ബയോഡൈവേഴ്സിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഡൈവേഴ്സിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് പലതരം മെഡിസിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പം ബെറ്റർ ക്രോപ്പ് വെറൈറ്റീസ്. അപ്പം നല്ല ക്രോപ്പ് വെറൈറ്റീസിനെ നമുക്ക് ക്രോസ് വഴിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽ. അപ്പോൾ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഈ ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പം നോൺ കൺസെപ്റ്റീവ് വാല്യൂസ് എന്തെല്ലാം? റിക്രിയേഷൻ. അതായത് ഈ നല്ല ബയോഡൈവേഴ്സിറ്റി ആയിട്ടുള്ള പ്ലേസ് എന്താണ്? ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസസ് ആണ്. അപ്പോൾ റിക്രിയേഷനൊക്കെ നല്ലൊരു പ്ലേസസ് ആണിത്. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഈ ബയോഡൈവേഴ്സിറ്റി നമ്മുടെ എഡ്യൂക്കേഷനെയും റിസർച്ചിനെയും ഒക്കെ സഹായിക്കുന്നുണ്ട്. എസ്പെഷ്യലി ജെനറ്റിക് എഞ്ചിനീയറിംഗും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ട്രഡീഷണൽ വാല്യൂ. ഇപ്പം നമുക്ക് ഈ ബയോഡൈവേഴ്സിറ്റി എന്താണ്? ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കൈമാറി വന്ന ഒരു വാല്യൂ ആണ്. ഫസ്റ്റ്, എക്കോളജിക്കൽ ബെനിഫിറ്റ്സ് ഓർ സർവീസസ്. ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി സപ്ലൈസ് ദി ബഫറിംഗ് കപ്പാസിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ലൈഫ് ഓൺ ദി പ്ലാനറ്റ് ബൈ മെയിൻറ്റെയിനിങ് ദി ഇൻട്രാക്റ്റീവ് ഡൈനാമിക്സ് ഓഫ് എക്കോസിസ്റ്റംസ് ഓഫ് ദി വേൾഡ്. അപ്പം ഈ ബയോഡൈവേഴ്സിറ്റി എന്ത് ചെയ്യും? ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടും. മാത്രമല്ല എക്കോസിസ്റ്റത്തിൻ്റെ ഡൈനാമിക്സ് കൂട്ടും. അതാണ് അതിൻ്റെ എക്കോളജിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റി. മാത്രമല്ല എക്കോസിസ്റ്റത്തിൻ്റെ ഡൈനാമിക്സും അത് കൂട്ടിക്കൊണ്ടുവരും. നെക്സ്റ്റ് ആണ് എക്കണോമിക്കൽ ബെനിഫിറ്റ്സ്. അപ്പോൾ ഫുഡ് വാല്യൂ. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡൊക്കെ നമുക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് ഉള്ളത് കൊണ്ടല്ലേ. അപ്പം അതിന് ഫുഡ് വാല്യൂ ഉണ്ട്. അപ്പം ബയോഡൈവേഴ്സിറ്റി ഉള്ളത് കാരണമാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിന് ഫുഡ് പ്രൊഡക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. നെക്സ്റ്റ് ആണ് കൊമേഴ്ഷ്യൽ വാല്യൂ. ഇപ്പോൾ ടിമ്പർ നിങ്ങൾക്കറിയാം, ഈ മരം. ഇപ്പം മരമൊക്കെ എന്താണ്? നമുക്ക് വീടിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ആണ് ബയോഡൈവേഴ്സിറ്റിൻ്റെ. ഇപ്പോൾ ഒരൊറ്റ ടൈപ്പ് മരം അല്ലല്ലോ ഉള്ളത്. നമ്മൾ പലതരം മരങ്ങൾ യൂസ് ചെയ്തിട്ടല്ലേ വീടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നല്ലൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ളതാണ് എന്ത്? ഈ ബയോഡൈവേഴ്സിറ്റി. പിന്നെ ഫൈബേഴ്സ്. ഇപ്പം നമ്മൾ ഇടുന്ന ക്ലോത്തിങ്സ്, ഇപ്പം ഡ്രസ്സൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? കോട്ടനും സിൽക്കൊക്കെ കൊണ്ടല്ലേ. ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഇതൊക്കെ വരുന്നത് നാച്ചുറലാണ്. അപ്പോൾ അത് ബയോഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ കോട്ടനും സിൽക്കും പലതരത്തിലുള്ള ഫൈബേഴ്സൊക്കെ നമുക്ക് ഡ്രസ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കിട്ടുന്നത്. ഇനി മെഡിസിനൽ വാല്യൂസ്. മെഡിസിൻ, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ബയോഡൈവേഴ്സിറ്റിനെ എക്സ്പ്ലോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പലതരത്തിലുള്ള പല വെറൈറ്റി പ്ലാന്റ്സ് അല്ലെങ്കിൽ പല വെറൈറ്റീസ് ഉള്ള മെഡിസിനൽ പ്ലാന്റ്സ് നമ്മൾ പുതിയ ഡ്രഗ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മൾ പുതിയ ഡ്രഗ്സ് പ്ലാന്റ്സിൽ നിന്ന് മാത്രമല്ല മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും കണ്ടുപിടിക്കും. അതായത് ആക്ടിനോമൈസിസ് ഒക്കെ പുതിയ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഫംഗൈ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ഡ്രഗ്സും പുതിയ എൻസൈംസിൻ്റെ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫംഗൈനെയും ആക്ടിനോമൈസിസിനെയും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ആയുർവേദം പോലെയുള്ള ട്രഡീഷണൽ നോളേജ് അതൊക്കെ എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ്? ബയോഡൈവേഴ്സിറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ട്രഡീഷണൽ നോളേജാണ് ആയുർവേദമൊക്കെ. അപ്പോൾ ആയുർവേദം കെമിക്കൽസ് അല്ലല്ലോ യൂസ് ചെയ്യുന്നത്. ആയുർവേദം യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ്
ഡൈവേഴ്സ് മെഡിസിനൽ പ്ലാന്റ്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്തിൻ്റെ ബേസിലാണ് ഈ ട്രഡീഷണൽ മെഡിസിൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? ഈ ബയോഡൈവേഴ്സിൻ്റെ ബേസിലാണ് ട്രഡീഷണൽ മെഡിസിനൽ സിസ്റ്റംസ് ഒക്കെ ലൈക്ക് ആയുർവേദം ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇനി എസ്തറ്റിക് വാല്യൂ. ഇപ്പം നമ്മളെ ഹ്യൂമൻസിനെ എല്ലപ്പോഴും ഫാസിനേറ്റ് ചെയ്യുന്നത് നാച്ചുറൽ ബ്യൂട്ടിയാണ്. അപ്പം നമ്മളെപ്പോഴും എന്താണ് നാച്ചുറിൻ്റെ ബ്യൂട്ടി കണ്ട് നമ്മളിങ്ങനെ അന്തം വിട്ട് നിന്നിട്ടുണ്ട്. അതായത് നമ്മൾ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നാച്ചുർ എത്ര ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ. അപ്പം ആ നാച്ചുറൽ ബ്യൂട്ടി എന്നത് ഒരു എസ്തറ്റിക് വാല്യൂ ആണ്. അപ്പോൾ ഇത് ഈ നാച്ചുറൽ ബ്യൂട്ടി എന്താണ്, നമ്മുടെ മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എൻവയറമെൻറ്റ് നമ്മുടെ മോറൽ ആൻഡ് എത്തിക്കൽ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം നല്ല നാച്ചുറൽ ബ്യൂട്ടിയാണ് നമ്മളെ എല്ലാം ഫാസിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പം നല്ല നാച്ചുറൽ ബ്യൂട്ടിയുള്ള സ്ഥലത്ത് നമ്മൾ താമസിക്കുകയാണെങ്കിൽ നമ്മുടെ മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് എന്താണ്, നല്ല വിധത്തിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് നമ്മളിപ്പോൾ നല്ലൊരു മനസ്സിനൊക്കെ എന്താണ് നല്ലൊരു സുഖമായിരിക്കും. ഇപ്പം നല്ലൊരു നിങ്ങളെന്തിനാ ബീച്ചിലും പിന്നെ പാർക്കിലും പിന്നെ റിവർ ബാങ്കിലൊക്കെ പോകുന്നത്? അപ്പം ഈ ഇവിടെയൊക്കെ പോയാൽ എന്താണ്, ഇവിടെയൊക്കെ നല്ല നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് മനസ്സിന് എന്താണ് ഒരു സന്തോഷവും ഒരു ആശ്വാസമൊക്കെ ഫീൽ ചെയ്യും. അപ്പം ആ ആശ്വാസവും സന്തോഷമൊക്കെ കിട്ടിയപ്പോഴാണ് നല്ല നാച്ചുറൽ ബ്യൂട്ടി ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നല്ല ബയോഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ്. അപ്പം അതിന് ഇങ്ങനെ ഒരു എസ്തറ്റിക് വാല്യൂ കൂടി ഉണ്ട്. ഇനി ഈ ബയോഡൈവേഴ്സിറ്റി നിങ്ങൾക്ക് അറിയാം, ബയോഡൈവേഴ്സിറ്റി നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തെല്ലാണ് ബയോഡൈവേഴ്സിറ്റിയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ത്രെറ്റ്സ് ടു ബയോഡൈവേഴ്സിറ്റി? ഫസ്റ്റ് നാച്ചുറൽ കോസസ്. അപ്പം നാച്ചുറലായിട്ട് ബയോഡൈവേഴ്സിറ്റി നശിക്കുന്നുണ്ട്. ഫസ്റ്റ് ആണ് നാരോ ജിയോഗ്രഫിക്കൽ ഏരിയ, പിന്നെ ലോ പോപ്പുലേഷൻ, ലോ ബ്രീഡിംഗ് റേറ്റ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ചില സ്പീഷീസ് അല്ലെങ്കിൽ ചില ഓർഗാനിസത്തിന് എന്താണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നാരോ ജോഗ്രഫിക്കൽ ഏരിയയിലായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് കങ്കാരു. ഇപ്പം കങ്കാരു കാണുന്നത് ഓസ്ട്രേലിയയിൽ മാത്രമാണ്. കങ്കാരു ഇവിടെയൊക്കെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയ എന്ന് വെച്ചാൽ വളരെ നേരോ ആണ്. അത് ആ ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റിൽ മാത്രമാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അപ്പോൾ അതാണ് നാരോ ജോഗ്രഫിക്കൽ ഏരിയൻ്റെ എക്സാമ്പിൾ. പിന്നെ ചില ഓർഗാനിസത്തിൻ്റെ റീപ്രൊഡക്ഷൻ റേറ്റ് വളരെ കുറവായിരിക്കും. അപ്പം അവരെ പോപ്പുലേഷൻ വളരെ കുറവായിരിക്കും നാച്ചുറലി ഉണ്ടാകുക. അപ്പോൾ ഉള്ള പോപ്പുലേഷനെ കൂടി നമ്മൾ നശിപ്പിച്ച് കഴിഞ്ഞാൽ ആ സ്പീഷീസ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാവും. എക്സാമ്പിളാണ് എന്താ പറയുക, എക്സാമ്പിൾ കുറേ എക്സ്റ്റെൻഡ് സ്പീഷീസ് ഇല്ലേ. ഇപ്പം ഡോഡോ പോലത്തെ എക്സ്റ്റെൻഡ് സ്പീഷീസിൻ്റെ ഒക്കെ പോപ്പുലേഷൻ എന്താണ്, ഒരു ഐലൻഡിൽ മാത്രമാണ് ആ ഡോഡോ എന്ന് പറഞ്ഞ ബേർഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രമല്ല അവരുടെ പോപ്പുലേഷൻ കുറവാണ്. അപ്പോൾ ആ ഉള്ള പോപ്പുലേഷനെ തന്നെ നമ്മൾ ഹണ്ട് ചെയ്ത് നശിപ്പിച്ചാൽ എന്താണ് ആ ഡോഡോ എക്സ്റ്റെൻഡ് ആയ പോലെ ഉള്ള ബാക്കിയുള്ള സ്പീഷീസും കൂടെ എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ ആ ലോ പോപ്പുലേഷനുള്ള കാരണം ലോ ബ്രീഡിങ് റേറ്റ് ആണ്. അതായത് ഒരു പ്രസവത്തിൽ ഒരു കുട്ടി മാത്രം ഉണ്ടാകുന്ന മൃഗങ്ങളുണ്ട്. അപ്പോൾ കുറേ കാലങ്ങൾ എടുത്തിട്ട് പ്രസവിക്കുന്ന മൃഗങ്ങളുമുണ്ട്. ഇപ്പം പാണ്ടനെ പോലത്തെ മൃഗങ്ങൾ എന്താണ് കുറേ കാലം എടുത്തിട്ടാണ് അത് പ്രസവിക്കുകയും അതിൻ്റെ ബ്രീഡിങ് റേറ്റ് ഒക്കെ വളരെ കുറവാണ്. അതായത് ഒരു പ്രസവത്തിൽ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബ്രീഡിങ് റേറ്റ് കുറഞ്ഞ ലോ പോപ്പുലേഷൻ സ്പീഷീസാണ് പാണ്ടയൊക്കെ. അപ്പോൾ അതിനെ ഉള്ള പാണ്ടേനെ കൂടി നമ്മൾ ഹണ്ട് ചെയ്ത് നശിപ്പിച്ചാൽ എന്താണ് ആ സ്പീഷീസ് എക്സ്റ്റെൻഡ് ആവും, അല്ലെങ്കിൽ ആ സ്പീഷീസ് ഈ ഭൂമിയിൽ തന്നെ ഇല്ലാണ്ടാവും. പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്താണ്, ഹ്യൂമൻസിനെ എഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അനിമൽസിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഫ്ലഡ്, പിന്നെ കൊടുങ്കാറ്റ്, ഇതൊക്കെ അനിമൽസിനെ എഫക്റ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ അടുത്ത് കേട്ടിട്ടില്ലേ ഒറീസയിൽ കാസിരംഗ നാഷണൽ പാർക്കിലുണ്ടായ ഫ്ലഡ്? അപ്പോൾ അതിൽ കുറേ അനിമൽസൊക്കെ ഒലിച്ചു പോയി. അപ്പോൾ അങ്ങനെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും എന്ത് ചെയ്യും, ഈ അനിമൽസിൻ്റെ പോപ്പുലേഷനെ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിനെ എഫക്റ്റ് ചെയ്യും. ഇനിയുള്ളത് ഇമ്പോർട്ടൻറ്റ് കോസാണ് ആന്ത്രോപോജെനിക് കോസസ്. അപ്പോൾ ആന്ത്രോപോജെനിക് എന്ന് വെച്ചാൽ എന്താണ്, ഹ്യൂമൻസ് കാരണം ഉണ്ടാകുന്ന കോസസിന് പറയുന്ന പേരാണ് ആന്ത്രോപോജെനിക്
കോസസ് എന്ന് പറയുന്നത്. ആന്ത്രോപോജെനിക് എന്ന് വെച്ചാൽ എന്താണ്, റിലേറ്റഡ് ടു ഹ്യൂമാനിറ്റി. അപ്പോൾ ഹ്യൂമൻസ് കാരണം ഉണ്ടാകുന്ന ബയോഡൈവേഴ്സിറ്റിക്ക് ഉണ്ടാകുന്ന ഡാമേജുകളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഈ എൻവയറമെൻറ്റ് പൊല്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, മറ്റുള്ള സ്പീഷീസിന് ഈ എൻവയറമെൻറ്റിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ എക്സാമ്പിളാണ് നമ്മൾ ഓഷ്യൻസിലൊക്കെ ഓയിൽ സ്പില്ലൊക്കെ നടത്തി കഴിഞ്ഞാൽ ആ ഓയിൽ എന്താണ്, ആ ഓഷ്യൻസിൽ കെമിക്കൽസും പ്ലാസ്റ്റിക്കും ഓയിൽ സ്പിൽസൊക്കെ നടത്തി കഴിഞ്ഞാൽ എന്താണ്, ഓഷ്യനിലുള്ള ഫിഷസിനും വേറെയുള്ള സ്പീഷീസിനൊന്നും ഓഷ്യനിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അവരെ നമ്പർ എന്താണ് കുറഞ്ഞ് അവർ നശിച്ചു പോകും. മനസ്സിലായില്ലേ? അപ്പം പൊല്യൂഷൻ ഒരു ഇമ്പോർട്ടൻ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് വേറെ സ്പീഷീസിന് ഈ എൻവയറമെൻറ്റിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് വരുന്നത്. പിന്നീട് ഹണ്ടിങ്. അപ്പം നമ്മൾ ഹണ്ട് ചെയ്യുന്നതോറും ഓർഗാനിസത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരും. ഇപ്പോൾ ലോ ബ്രീഡിങ് റേറ്റ് ഒക്കെ ഉള്ള ആനിമൽസ് ആണെങ്കിൽ അവരെന്തായിപ്പോവും, എക്സ്റ്റിൻ്റ് ആയിപ്പോവും. പിന്നെ ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പം നമുക്ക് ക്ലൈമറ്റ് ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ എന്താണ്, ഈ എനിമൽസിൻ്റെ റീപ്രൊഡക്ഷനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്ലൈമറ്റിക് ചേഞ്ചസ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില എനിമൽസൊക്കെ മോസ്റ്റ്ലി എന്താണ്, ഒരു സ്പെസിഫിക് സീസണിലാണ് ബ്രീഡ് ചെയ്യുകയും കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സീസൺസിലൊക്കെ ഗ്ലോബൽ വാർമിംഗ് കാരണം മാറ്റങ്ങൾ വന്നാൽ അത് അതിൻ്റെ റീപ്രൊഡക്ഷനും ബ്രീഡിങ്ങിനും ഒക്കെ എഫക്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കരടി ഒക്കെ ഇല്ല. അപ്പം കരടിയൊക്കെ ഒരു സ്പെസിഫിക് സ്പ്രിംഗ് സീസണിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ബ്രീഡ് ചെയ്ത് കുട്ടികളെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ക്ലൈമറ്റിക് ചേഞ്ചസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഗ്ലോബൽ വാർമിംഗ് കൂടി വന്നാൽ എന്ത് വരും, ക്ലൈമറ്റിൽ ചേഞ്ചസ് വരും. അപ്പോൾ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസും അതിൻ്റെ ഹൈബർനേഷൻ ആക്ടിവിറ്റീസും ഒക്കെ താറുമാറാകും. അപ്പം അതൊക്കെ തെറ്റും. അപ്പം അതൊക്കെ ആ സ്പീഷീസിൻ്റെ പോപ്പുലേഷനെ എഫക്റ്റ് ചെയ്യും. പിന്നെ അഗ്രികൾച്ചർ. അപ്പം നമ്മൾ ഫോറസ്റ്റ് ലാൻഡൊക്കെ ക്ലിയർ ചെയ്തത് അഗ്രികൾച്ചർ ലാൻഡാക്കി മാറ്റി കഴിഞ്ഞാൽ അതും ബയോഡൈവേഴ്സിറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പം ഇതാണ് ബയോഡൈവേഴ്സിറ്റി ഇല്ലാത്തൊരു വേൾഡ്. അതായത് ട്രീസും പ്ലാന്റ്സും അനിമൽസും ഒന്നും ഇല്ലെങ്കിൽ എന്താണ്, ബയോഡൈവേഴ്സിറ്റി ഒന്നും ഇല്ലെങ്കിൽ എന്താണ്, വേൾഡ് വെറും ഒരു ഡെസേർട്ടാണ്. അപ്പോൾ അവിടെ നമ്മളും ഉണ്ടാവില്ല, വേറെ സ്പീഷീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വേറെ സ്പീഷീസൊക്കെ നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാമെന്നുള്ളൊരു വിചാരം നമുക്ക് വേണ്ട. കാരണം വേറെ സ്പീഷീസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സർവൈവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതാണ് വേൾഡ് വിത്തൗട്ട് ബയോഡൈവേഴ്സിറ്റി. ഇപ്പോൾ ഒരു ചന്ദ്രനെ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിപ്പോൾ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ്. അപ്പോൾ ഇത് ജനറൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.